അപൂർവസൂരികളായ മാപ്പിളപ്പാട്ട് പ്രതിഭകൾ സമ്മാനിച്ചു പോയ രചനകൾ തനിമ ചോരാതെ തലമുറകളിലേക്ക് പകർന്നു വേദിയാണ് ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ. വ്രതശുദ്ധിയുടെ ഈ പുണ്യദിനങ്ങളെ നമുക്ക് ആചരിക്കാം കുട്ടിപ്പട്ടുറുമാലിനൊപ്പം. സ്വാഗതം ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം കുട്ടിപ്പട്ടുറുമാലിന്റെ സ്വന്തം ഫിറോസ്ക സ്വാഗതം. നല്ല പാട്ടുകളിലൂടെ മലയാളി ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ ഗായിക ഷബ്നം. ഇനി മാപ്പിളപ്പാട്ട് പ്രേമികളുടെ മറ്റൊരു പ്രിയങ്കരിയായ ഗായികയെ നമുക്ക് സ്വാഗതം ചെയ്യണം, നമ്മുടെ ജഡ്ജ് കൂടിയായ സജ്ല. ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിപ്പട്ടുറുമാലിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് സപ്പോർട്ട് നൽകുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെയാണ്. വെൽക്കം. ഇനി നമുക്ക് നമ്മുടെ റൗണ്ടിലേക്കും കുട്ടികളുടെ പെർഫോമൻസസിലേക്കും ഒക്കെ പോകാനുള്ള സമയമായിരിക്കുകയാണ്. എന്നെയും കൂടി സ്വാഗതം ചെയ്യണം. ഇതാരാ? നമ്മുടെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പന്റ് അല്ലല്ലോ. ആരാ? എനിക്കൊരു പാട്ട് പാടണം. പാട്ട് പാടാനോ? ഇവിടെയോ? ഈ കുട്ടിപ്പട്ടുറുമാലോ? എനിക്ക് പാട്ട് പാടണം. ഇവിടെ തന്നെയാണോ വന്നത് മോള്? ഉറപ്പാണ്? ഇവിടേക്ക് തന്നെയാണ് വന്നത്? നമ്മുടെ കുട്ടിപ്പട്ടുറുമാല് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ടിസിപ്പന്റ് ഇല്ലല്ലോ. എനിക്കൊരു പാട്ട് പാടണം. അല്ല, അങ്ങനെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മോള് ഈ സ്റ്റുഡിയോ തന്നെയാണോ വന്നത്? ഉറപ്പാണല്ലേ? വീണ ഞാൻ വേണ്ട, ചീത്ത പറയണ്ട. അങ്ങനെ വന്ന കുട്ടി ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി നമുക്ക് അറിഞ്ഞില്ല. ഒന്നും പറയണ്ട, ഞങ്ങള് തിരക്കിനിടയിൽ വീണയെ അറിയിക്കാൻ വിട്ടുപോയി, വീണയോട് പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ പ്രൊഫൈൽ ആങ്കറാണ് അലൈന. നമ്മുടെ കുട്ടികളുടെ പ്രൊഫൈല് മോളാണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് എനിക്ക് പണി തരാനായിട്ട് കൊണ്ടുവന്ന ആളാണ്. അതായത് കുട്ടിപ്പട്ടുറുമാലിൽ ഒരു കുട്ടിപ്പാര. അപ്പൊ സോറി, അലൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? നമ്മുടെ ജഡ്ജസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓർക്കസ്ട്ര ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അലൈന നമ്മുടെ പ്രൊഫൈൽ ആങ്കറാണ്, നല്ലൊരു സിംഗറാണ് അല്ലേ അലൈന? എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സോറി. അപ്പോൾ അലൈനെ കുട്ടി ഭീഷണിപ്പെടുത്തിയപ്പം ഞാൻ പേടിച്ചു പോയി സത്യമായിട്ട്. എന്താണ് പുതിയൊരു കുട്ടി വന്നിരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൺഫ്യൂഷനായിപ്പോയി. ഏത് പാട്ടാണ് അലൈന പാടാൻ പോകുന്നേ? ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ. ഓക്കെ, നല്ലൊരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അലൈന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാട
നമ്മുടെ നോമ്പുകാലം റൗണ്ടിൽ നോമ്പിൻ്റെ വിശുദ്ധിയുള്ള പാട്ടുമായി ഒരു സുന്ദരി വരികയാണ്. ഫാത്തിമ നെഹ്ല. നമുക്ക് സ്വാഗതം ചെയ്യാം. ഫാത്തിമ സുന്ദരിയാണല്ലോ. അലീന സുന്ദരിയാണല്ലോ. പാട്ട് ഏത് പാട്ടാ പാടാൻ പോണേ? സമർപ്പണം റൗണ്ടിൽ ഞാൻ നിസ്കാരപ്പായപ്പോ പൊതിഞ്ഞല്ലോ എന്ന് പറഞ്ഞ പാട്ടാണ്. ആർക്കാ സമർപ്പിക്കുന്നത്? പീർ മുഹമ്മദ് മാഷിനാണ് ഞാൻ സമർപ്പിക്കുന്നത്. രണ്ടിലെയും പാട്ട് കേൾക്കാം. കേൾക്കാലോ. നിസ്കാരപ്പായ പോതിർന്ന് പൊടിഞ്ഞല്ലോ, നിവരാതി കുമ്പിട്ടിൻ കണ്ണ് നനഞ്ഞല്ലോ, സുബഹിക്ക് പാറുന്ന പൂവാലിപ്പക്ഷിക്ക് സുബ്ഹാനി സങ്കടം തോന്നുന്നുണ്ടെന്നോട്. നല്ലതായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫാത്തിമ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, നെഹ്ല എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. വീട്ടിലെന്താ വിളിക്കുന്നത്? പൊന്മണി എന്നാണ്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പൊന്നുമൂൻ ചേട്ടൻ എന്നൊക്കെ വളരെ ആലങ്കാരികമായിട്ടല്ലേ ഭംഗിയായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫാത്തിമ ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? പരിശുദ്ധ റംസാൻ മാസത്തിനെ കുറിച്ച്, നമ്മുടെ ഈ മാസത്തിനെ കുറിച്ച് തന്നെയുള്ള പാട്ടാണ് അല്ലേ? അതെ. എനിക്ക് 3 ആക്കിട്ട് പണിയെടുക്കണം. പണിയോ? ഇവിടെയോ? അപ്പൊ പാട്ട് മാത്രമല്ല, പണിയോ ഉണ്ടോ പരിപാടി? ആർക്കിട്ടാണ് പണി? എനിക്ക് തന്നെയാണോ? അല്ല, പിന്നെ തേജ, പിന്നെ അഷിക ചേച്ചി, പിന്നെ ഗാനാഞ്ജലി. അപ്പം പാർട്ടിസിപ്പൻസിനാണ്. എന്ത് പണിയാണ്? പാട്ട് പാടി തകർത്ത് പണിയാണോ കൊടുക്കാൻ പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും പണിയാണോ? സൗണ്ട് ഉണ്ടാക്കുക. അവര് പാടുന്നത് പോലെ പാടി പണി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, സാധാരണ ഈ ചെറിയ പോരായ്മകളും നമ്മുടെ മാനറിസംസിലെ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഫാത്തിമ ആദ്യത്തെ പണി ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? തേജയ്ക്കാണ്. അപ്പോൾ തേജ ഉണ്ടല്ലോ. തേജ എങ്ങനെയാ പാട്ട് പാടുന്നത്? ഒന്ന് കാണിച്ചേ. തീറ്റക്കാരൻ കുഞ്ഞവറാനൊരു തിരുമണ്ടൻ, അവനാറ്റിൻ കാട്ടും കൂർക്കുപ്പീരിയും കണ്ടാലറിയുള്ള. തീറ്റക്കാരൻ കുഞ്ഞവറാനൊരു തിരുമണ്ടൻ, അവനാറ്റിൻ കാട്ടും കൂർക്കുപ്പീരിയും കണ്ടാലറിയുള്ള. അപ്പൊ തേജ പാടുന്നത് പോലെ തന്നെ പാടി. ഇനി അടുത്ത പണി ആർക്കാണ്? ഗാനാഞ്ജലി പാട്ടൊക്കെ പാടി തകർത്തു. ഇനി എങ്ങനെയാണ് ആ പാട്ടെന്നൊന്ന് നോക്കാം. അയ്യോ ഗാനാഞ്ജലി. അപ്പൊ അടുത്ത പണി ആർക്കാണ് ഇനി? അഷിക ചേച്ചി. അപ്പൊ വേറൊരു സുന്ദരിക്കാണ് ഈ സുന്ദരിയുടെ പണിയല്ലേ? ഇനി അഷിക ചേച്ചിയുടെ പാട്ടൊന്നും കേൾക്കണ്ട എല്ലാരും. വർഷിക്കും സഹായം. അപ്പോ ഫാത്തിമ ഇതൊക്കെ എപ്പോഴാണ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്? എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് അവരെ തിരിച്ചിങ്ങനെ കാണിച്ച് കളിയാകാറുണ്ടോ? ഇല്ല അല്ലേ? ഇന്നിപ്പോ സ്റ്റേജിൽ വെച്ച് എല്ലാരും കാണട്ടെ എന്ന് വിചാരിച്ച് കരുതി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഫാത്തിമ കുട്ടി, ഇത് മാത്രം പോരാ, നമുക്കൊരു പാട്ടും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. പരിശുദ്ധ റംസാൻ മാസത്തിനെ കുറിച്ചുള്ള ഈ സുന്ദരിയുടെ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. പരിശുദ്ധ റംസാൻ മാസം അണയുകയായി, വ്രതശുദ്ധി എന്നുള്ളിൽ നിറയുകയായി, പൂനിലാവും പുലർമഞ്ഞും പോലെ എൻ്റെ കൽബും നിറയുകയായി. പരിശുദ്ധ റംസാൻ മാസം അണയുകയായി, വ്രതശുദ്ധി എന്നുള്ളിൽ നിറയുകയായി, പൂനിലാവും പുലർമഞ്ഞും
നോമ്പുകാലം റൗണ്ടിലെ പരിശുദ്ധ റംസാൻ മാസത്തിനെ കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ചുള്ള നല്ലൊരു പാട്ട്, ഫാത്തിമ നെഹലയുടെ നല്ല പാട്ട് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നെഹല, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റില്ല അല്ലേ? നന്നായി പാടിയില്ല. ഇതിൽ നിന്ന് നന്നാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ എന്തു പറ്റി കുറച്ച് ഡൗൺ ആയി പോയത്? തൊണ്ട ഹാർഡായി പോയി. ആണല്ലേ? ഓക്കെ. നമ്മുടെ ജഡ്ജസിന് എന്ത് തോന്നിയെന്ന് ചോദിക്കാം അല്ലേ പാട്ടിനെ പറ്റി? അപ്പോൾ ഫിറോസ്ക. നെഹല, തൊണ്ട എന്തായി പോയിന്ന്? ഹാർഡായി പോയി. ഞാനൊരു 40-42 കൊല്ലം പാടുന്നതിൻ്റെ ഇടയ്ക്ക് തൊണ്ട ഹാർഡായി പോയിന്ന് ഞാൻ ഫസ്റ്റിൽ കേൾക്കുകയാണ്. ഞാൻ ആദ്യം കേൾക്കുന്നൊരു പ്രയോഗമാണത്. ഏതായാലും ഞാൻ എഴുതി വയ്ക്കാം. ഇത് മോള് എഴുതിയ ആളെയും ഈണമിട്ട ആളെയും അറിയണം മോള്. ഇത് മലബാർ ഭാഗത്ത് കോഴിക്കോട് വിജിലൻസ് DYSP, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതുവരെ മാപ്പിളപ്പാട്ട് എഴുതാത്ത ഒരു വ്യക്തി ആദ്യമായി കൈവച്ചൊരു മാപ്പിളപ്പാട്ടാണ്. അശ്വിൻ കുമാർ സാറ്, വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. അദ്ദേഹം രചിച്ച് രവി കേക്കുരം ഈണം കൊടുത്ത് പിറന്നൊരു പാട്ടാണ്. മോള് നന്നായിട്ട് തന്നെ പാടി. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മോൾക്ക് പൂനിലാവും ആ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ അനുപല്ലവിയിലില്ലേ അങ്ങനത്തെ ഒരു സ്ഥലം, എവിടെയായിരുന്നത്? സത്യസാക്ഷ്യവും നോമ്പുമല്ലോ, ആ ഭാഗത്തൊക്കെ കുറച്ച് സംഗതികൾ. പിന്നെ ചെറിയ ആളല്ലേ, എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെറിയ ആളല്ലേ ചെറിയ ആളല്ലേ. അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് മോൾക്ക് ചെറുതായിട്ട് വന്നു കേട്ടോ. എന്നാലും പാടി. നല്ല ഒരു കമ്പോസിങ്, ഒരു കോമൺ നേരപ്പോ പാട്ടല്ല, കുറച്ച് പ്രയാസമുള്ള പാട്ടായതുകൊണ്ട് മോളത് പരമാവധി ഉൾക്കൊണ്ട് പാടാൻ ശ്രമിച്ചു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. ഇനി നെഹല, നമുക്ക് സജിലയോട് ചോദിക്കാം. സജില, മോളുടെ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് ലാൻഡിങ് നോട്ട്സ്. എന്താണ് അത് വിട്ട് കളയുന്നത്? എന്നിട്ടൊരു പോക്ക. അതെന്താണ് അങ്ങനെ? ഞാൻ എപ്പോഴും പറയാറില്ലേ മോളോട്, എന്നിട്ട് അവിടെ നിർത്തണം മോള്, അത് എത്തിക്കണം മോള്. പിന്നെ ഒരു പോക്കാണ്. പിന്നെ പല്ലവിയിൽ മോൾക്ക് ബേസ് നോട്ട്സ് ഇല്ലേ, അതൊന്നും കൂടി ഒന്ന് എത്തിക്കണം കേട്ടോ മോളെ. ബേസിൽ വരുമ്പം ക്ലിയർ ആവുന്നില്ല. പിന്നെ ഒരു പല്ലവിയിൽ ഉമിനീരിറക്കി അല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ സൂപ്പറായി. ഓക്കെ, ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സജില. ഷബ്നം, നല്ല പേര് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെഹല പിന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള്, പക്ഷേ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു മോൾ, നമുക്ക് എല്ലാവർക്കും ഓരോ വോയിസ് കൾച്ചർ ഉണ്ട്. നമ്മൾ ഇൻബോണിലെ സിംഗേഴ്സിനെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരുപാട് സംസാരിക്കുമ്പോഴും ഒത്തിരി കിടന്ന് ഈ ബഹളം വയ്ക്കുമ്പോഴും ചുമ്മാ ഫ്രണ്ട്സിനോട് ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ആ വോയിസ് കൾച്ചർ അങ്ങ് പോവും. അത് പോയിട്ട് നമ്മൾ പിന്നെ പാടുമ്പോൾ പാട്ടിന് ഫീല് കുറയും. ഫീൽ ഉണ്ടാവില്ല പിന്നെ പാട്ടിന്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നെഹല, അപ്പോൾ ഇനി നമുക്ക് മാർക്ക് അറിയാം. ഓൺ 30 ഷബ്നം 28.5. 28.5 on 30. സജില again on 30. 28.5. 28.5. ഇനി ഫിറോസ്ക. മോൾക്ക് 38.5. സോ 38.5 on 40 ആണ്. സോ 95.5, 95.5 മാർക്സ് ആണ് 100-ൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി അല്ലേ? നല്ല മാർക്ക് കിട്ടിയല്ലേ? പിന്നെ ഇനി അടുത്ത പെർഫോമൻസിന് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂപ്പറായിട്ട് പെർഫോം ചെയ്യില്ലേ അല്ലേ? താങ്ക് യു സോ മച്ച് നെഹല, താങ്ക് യു. നമ്മുടെ അടുത്ത പാർട്ടിസിപ്പൻറ്റ് മുഹമ്മദ് ഹാഷിം ആണ്. ഹാഷിമിനെ സമർപ്പണം റൗണ്ടിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹാഷിം പ്ലീസ്. അസ്സലാമു അലൈക്കും ഹാഷിമിക്ക. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ചന്ദ്രത്തുണ്ടിൽ പൊൻപിറ കണ്ടൂർ റംസാൻ. 2 ലൈൻ പാടാമോ? ആ പാടാം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പു മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമൊടഞ്ചു നമസ്കാരം. അല്ലാഹുവിൽ ആരാധന നിത്യ നമസ്കാരം. നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഹാഷിമ, ഈ സമർപ്പണം റൗണ്ടിൽ ആർക്ക് സമർപ്പണമാണ്, ആർക്കാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്? KT മുഹമ്മദ് കുട്ടി മാഷ്. KT മുഹമ്മദ് കുട്ടി മാഷ് എന്നുള്ള ആ മഹാനായ സംഗീതജ്ഞൻ അല്ലേ? ഒരുപാട് പാട്ടൊന്നും പാടിയിട്ടില്ല, പക്ഷെ പാടിയ പാട്ടെല്ലാം നല്ല പാട്ടുകളാണ്, സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ഗായകനാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള സമർപ്പണം ഏത് പാട്ടാണ്? മുഹമ്മദ് മുസ്തഫ എന്നുള്ള പാട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കുമായിട്ട് സമർപ്പണ റൗണ്ടിലെ പെർഫോമൻസിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ് മോൻ. താങ്ക് യു. ശ്രീ KT മുഹമ്മദ് കുട്ടി നാടക നടനായും മാപ്പിളപ്പാട്ട് ഗായകനായും തിളങ്ങിയ തിരൂരങ്ങാടിയുടെ അഭിമാനമാണ് ശ്രീ KT മുഹമ്മദ് കുട്ടി. 1970കളുടെ തുടക്കത്തിൽ നൈൽ നദി പുളഞ്ഞോടി എന്ന ആദ്യ ഗാനത്തിലൂടെ മാപ്പിളപ്പാട്ട് പ്രേക്ഷകരുടെ ഇടയിൽ ചിരപ്രതിഷ്ഠ നേടിയ ശ്രീ KT ഗാനമേള വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു. നിരവധി പുരസ്കാരങ്ങളാണ് ഈ അതില്യ പ്രതിഭയെ തേടിയെത്തിയത്. അല്ലാഹു അല്ലാതെ ഇല്ല, മുഹമ്മദ് മുസ്തഫ എന്ന മണവാട്ടി മണിറത്തന്നിൽ തുടങ്ങിയ നിരവധി പ്രശസ്തമായ മാപ്പിളപ്പാട്ടുകൾ പ്രേക്ഷകർക്കു സമ്മാനിച്ചു ശ്രീ KT മുഹമ്മദ് കുട്ടി. 1988 ശ്രീ KTയുടെ ദേഹവിയോഗം മാപ്പിളപ്പാട്ട് രംഗത്തിന് തീരാ നഷ്ടമായി. മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം എന്നും നമ്മൾ ഓതേണം. മുഹമ്മദ് മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം എന്നും നമ്മൾ ഓതേണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സൽക്കർമ്മം ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങണം. കളങ്കവും കാപട്യവും വെടിഞ്ഞിടണം. സൽക്കർമ്മം ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങണം. കളങ്കവും കാപട്യവും വെടിഞ്ഞിടണം. നല്ലവർക്കുള്ളതാണ് ജന്നത്തുൽ ഫിർദൗസ്. നല്ലവർക്കുള്ളതാണ് ജന്നത്തുൽ ഫിർദൗസ്. മനുഷ്യരാരും ഇത് മറന്നിടേണ്ട. മുഹമ്മദ് മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം എന്നും നമ്മൾ ഓതേണം. മുഹമ്മദ് മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം എന്നും നമ്മൾ ഓതേണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അങ്ങനെ സമർപ്പണം റൗണ്ടിലെ മുഹമ്മദ് ഹാഷിമിൻ്റെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ ആസ്വദിച്ചു. ഹാഷിം ഈ പാടിയ പാട്ടിൽ ഒരുപാട് അർത്ഥമുള്ളൊരു പാട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഹാഷിമിൻ്റെ നല്ല സെലക്ഷൻ, ലൈൻസിൻ്റെ നല്ല സെലക്ഷൻ. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ഇനി അവരുടെ കമൻറ്റ് ചോദിക്കാം. ആദ്യം ഷബ്നം. സൂപ്പർ, താങ്ക് യു. അസലായിട്ട് പാടി. ഭയങ്കര ഫീലായിരുന്നു മോനെ പാടുമ്പോൾ. അതായത് പല്ലവി വന്നിട്ട് ആ ഒരു ഒഴുക്കിൽ തന്നെ അനുപല്ലവിയിലോട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാണെന്നറിയാം. അത് മോനൊന്ന് പാടിത്തരുമോ? അനുപല്ലവിയിൽ എല്ലാവർക്കും അവിടെ ഒരു സംഗതി പാടില്ലേ, അതൊന്ന് പാടിയേ. എല്ലാവർക്കും എല്ലാമായി ദുനിയാവിൽ. എല്ലാവർക്കും എല്ലാമായി ദുനിയാവിൽ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോനത് പാടിയത്. കാര്യം ആ ഒരു സ്വീറ്റും ആയിരുന്നു, എന്നാൽ ആ സംഗതി കറക്റ്റ് നോട്ട്സും സഞ്ചാരവും ഒക്കെ കറക്റ്റായിരുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു ഷബ്നം. ഫിറോസ്ക. മനോഹരമായിട്ട് പാടി കേട്ടോ. നന്നായി പാടി. ഈ പാട്ട് ഇതിനും അപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്ര മനോഹരമായിട്ട് പാടി കേട്ടോ മോനെ. പിന്നെ ചെറിയ സ്ഥലങ്ങൾ നമ്മൾ ഓൺ പ്ലാറ്റ്ഫോം പാടുമ്പോൾ നമുക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അതൊന്നും ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ എടുത്ത് കീറി മുറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പാട്ടുകാരനെ പറ്റി മോൻ മനസ്സിലാക്കിയല്ലോ അല്ലേ? തിരൂരങ്ങാടിക്ക് 2 പാട്ടുകാരാണ് പ്രശസ്തരായവർ, ഏറ്റവും പ്രശസ്തരായവർ. ഒരാളാണ് KT മുഹമ്മദ് കുട്ടി. നല്ല ഒരുപാട് വേദികൾ കൈകാര്യം ചെയ്ത ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് പാടിത്തന്ന വലിയൊരു പാട്ടുകാരനെ തന്നെ കൊണ്ടുവന്ന്. KTക്കൊന്നും പലരും കുട്ടികളൊന്നും ഓർക്കാറില്ല. ഈ പേര് നിങ്ങളുടെ ഇത് ഏവിക്ക, പീർ മുഹമ്മദ് ക, എരിഞ്ഞോളി മൂസക്ക എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഭാവനയിലുണ്ടോ ഈ പേര്? ഇല്ല, പല കുട്ടികൾക്കും അറിയില്ല KTക്ക് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാളുടെ പാട്ട്, നല്ലൊരു പാട്ട് എടുത്തു കൊണ്ടുവന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. സജ്ല. KTക്ക് പാടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടിലൊന്നാണ് ഇതെന്ന് വേണം പറയാം. കാരണം ഞാൻ കേട്ടതിൽ വെച്ച് KTക്ക് കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ തോന്നുന്നു. പക്ഷേ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയെന്ന് വീണ പറഞ്ഞു അല്ലേ? മോൻ എന്തായാലും ഈ പാട്ട് നന്നായിട്ട് പാടി. ഐ റിയലി എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. പിന്നെ എനിക്ക് എപ്പോഴും മോന് എല്ലാ പാട്ടിലും ഇൻവോൾവ്മെൻറ്റ് കാണിക്കാറുണ്ട്. അത് ഈ പാട്ടിലും എന്തായാലും കാണിച്ചു എന്ന് തന്നെ പറയാം ഹാഷിം. പിന്നെ നല്ല ക്ലാസ് വോയിസ് ആണ് കേട്ടോ മോൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വോയിസാണ് ഹാഷിമിൻ്റെ. ഓവറോൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഹാഷിമിൻ്റെ ഇന്നത്തെ പെർഫോമൻസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടം. താങ്ക് യു സജ്ല. അപ്പോൾ ഇനി മാർക്ക് അറിയാം അല്ലേ? മാർക്ക് ഞാൻ ഇനി ചോദിക്കുന്നില്ല ആരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത്. നമുക്ക് സജ്ലത്തയോട് ചോദിക്കാം അല്ലേ? ഓൺ 30. ഹാഷിമിന് 29.5. 29.5 on 30. ഷബ്നം 29.5. 29.5 again. താങ്ക് യു. ഇനി ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ്? 39.5. 39.5 ആണ്. 98.5 മാർക്സ് ആണ് ഹാഷിമിൻ്റെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ അല്ലേ ശ്രദ്ധിക്കാനായിട്ട്. തെറ്റെന്ന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതെല്ലാം ആ ചെറിയ തെറ്റ് കൂടി ശരിയാക്കി അടുത്ത പ്രാവശ്യം 100 on 100 ആണ്. ഓക്കെ. അപ്പോൾ ഹാഷിം, താങ്ക് യു സോ മച്ച്.
താങ്ക് യു. നോമ്പ് കാലത്തിൻ്റെ വിശുദ്ധിയും പുണ്യവും പവിത്രതയും ഒക്കെ നിറഞ്ഞ മറ്റൊരു പാട്ട് കൂടി വരികയാണ് കുട്ടിപ്പട്ടുൽമാലിൻ്റെ ഈ വേദിയിൽ. ഈ പാട്ട് പാടുന്നതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്കൊക്കെ വളരെ പ്രിയങ്കരിയായ അഞ്ജലി കുട്ടിയെ. ഹായ് അഞ്ജലി. ഹായ്. നോമ്പുകാലം റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഓർത്തിടേണം സ്നേഹിത. നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. ഓർത്തിടേണം സ്നേഹിത ഉലകിതിൽ നിൻ ബാധ്യത ഏകണം സക്കാത്തത് നിന്ദനം ഏകനെത്തിച്ചിടും വാഹനം. നന്നായിട്ടുണ്ട്, നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. സോ അഞ്ജലി നോമ്പുകാലം റൗണ്ടിൽ പാടാനായിട്ട് വന്നിരിക്കുകയാണ്. ഏത് പാട്ടാണ് മോള് പാടുന്നേ? ഓർത്തിടേണം സ്നേഹിത. ഓക്കെ, ഓർത്തിടേണം സ്നേഹിത വലിയൊരു മെസ്സേജുള്ള നല്ലൊരു പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അഞ്ജലിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പാടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് നല്ലതാണ്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പാടുക, അത്രയും നന്നായിട്ട് പാടുക. ഓക്കെ അഞ്ജലി, ഓൾ ദി ബെസ്റ്റ്. സ്വീകരിക്കും
നോമ്പുകാലം റൗണ്ടിലെ അഞ്ജലിയുടെ മനോഹരമായ പാട്ട് നമ്മൾ ആസ്വദിച്ചു. അഞ്ജലി ഒരുപാട് അർത്ഥമുള്ളൊരു പാട്ടാണ് അല്ലേ? അല്ലേ? എല്ലാവരും ഓർക്കുക, നമ്മൾ ദാനം ചെയ്യുന്നതാണ് വലിയ മഹത്വം അല്ലേ? പക്ഷെ അത് നമ്മുടെ ഒരു കടമയാണ്, ജോലിയാണ് എന്ന് വെച്ചല്ല ചെയ്യേണ്ടത്. അത് മനസ്സിൽ നിന്ന് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഫലം എവിടെ? നമുക്ക് അവിടെ കിട്ടും എന്നാണ് പറയുന്നത്. ഫിറോസ്കയോട് ചോദിക്കാം, ഒപ്പം പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം. ഫിറോസ്ക. ബാപ്പു അവാർഡിൻ്റെ ശക്തമായ വരികൾ, കോഴിക്കോട് അബൂബക്കറിൻ്റെ ഈണം, സിബിലേച്ച് പാടിയ മനോഹരമായൊരു പാട്ട് കേട്ടോ. മോള് ഭംഗിയായിട്ട് പാടി. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാനൊന്നും എടുത്ത്, മണ്ണിൽ യാത്ര തീർന്നിടും, മൗത്ത് വന്ന് ചേർന്നിടും, മനസ്സിൻ നന്മ കാത്തവർ മാത്രം വന്ന് ഉയർന്നിടും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് നല്ല നല്ല വരികൾ, ഞാനതെല്ലാം പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട് പറയാം. നല്ല ട്യൂണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, മോള് വ്യത്യസ്തമാർന്നൊരു ട്യൂണാണ് പാടിയത്. വൃന്ദാവൻ സാരംഗ് എന്ന് പറയുന്ന ഒരു രാഗത്തിൻ്റെ ചൊവ്വയിൽ അതിൻ്റെ ഭാഗം എവിടെ കിടക്കുന്ന അറിയാം മോൾക്ക്. ഈണം സംഗീതമാണ് ഞാൻ പറയുന്നത്. ഓർത്തിടേണം സോദരാ താനനാനാനാനാ താരരാരരാരര താരരാ. ആ ഭാഗം മനോഹരമായിട്ട് പാടി. അതാണ് ആ പാട്ടിൻ്റെ മർമ്മം കേട്ടോ. അവിടെയാണ് ആ പാട്ടിൻ്റെ ഭംഗി കിടക്കുന്നത്. നല്ല നല്ല രസമായിട്ട് പാടി കേട്ടോ. പിന്നെ കോറസ് ടീം നന്നായി സഹായിച്ചു കേട്ടോ. അവർക്കും താങ്ക്സ് പറയണേ. താങ്ക് യു ഫിറോസ്ക. സജ്ല. അഞ്ജലി കുട്ടി, ഔക്കുബായുടെ സംഗീതത്തിൽ നല്ലൊരു സന്ദേശം തരുന്ന ഒരു പാട്ട് അല്ലേ? നന്നായി തന്നെ മോളത് പാടി കേട്ടോ, നന്നായിട്ട് പാടി. കോറസിന് ഫസ്റ്റ് തന്നെ പറയണം, നല്ല എക്സലൻറ്റ് സപ്പോർട്ടായിരുന്നു കേട്ടോ. പിന്നെ മോള് പാട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മോൾ എടുത്ത് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. മോളുടെ വോയിസ് ഗെയിൻ കുറവുള്ള ഒരു വോയിസാണ് കേട്ടോ. അത് നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പാടുമ്പോൾ നമുക്കത്ര സ്ട്രെയിൻ എടുത്തിട്ട് പാടേണ്ടി വരില്ലല്ലോ. കാരണം നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് പാടുമ്പോൾ ഹെഡ്ഫോണിൽ നമ്മളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രശ്നം വരെ നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ പാടുമ്പോഴാണ്. അപ്പോൾ ആ വോയിസിൽ ഗെയിൻ കൂട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നന്നായി ഫുഡൊക്കെ കഴിക്കുക, നമ്മൾ നന്നായി സ്ട്രോങ് ആവുക കേട്ടോ. ഈ പാട്ടിൽ എനിക്ക് പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല മോളെ. പിച്ചിങ്ങിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് മോൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു സജ്ല. ഷപ്നം. സൂപ്പറായിരുന്നു മോളെ, താങ്ക് യു. നന്നായിട്ട് പാടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മോളുടെ ഒരു പ്രത്യേക തരം വെൽ ടോൺഡ് ആയിട്ടുള്ള വോയിസാണ്. അതായത് ഒതുക്കമുള്ള നല്ല ഒതുക്കം. അതായത് കേൾക്കുന്നവർക്ക് മോൾ എന്ത് പാടിയാലും നമുക്ക് അതിനകത്തൊരു എന്താ അതിന് പറയുക, ഒരു കല്ലുകടി എന്ന് പറയുന്ന ആ ഒരു തെറ്റിയാൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല കേൾക്കുന്നവർക്ക്. അത് നല്ല ചെവിക്ക് നമുക്ക് കേൾക്കുന്നവർക്ക് നല്ല സുഖമുള്ള ഒരു വോയിസാണ് മോളുടേത്. പ്രത്യേകിച്ച് മോളുടെ ഒരു വോയിസ് കൾച്ചർ വെച്ചിട്ട് ഈ ഹസ്കി ആയിട്ടുള്ള സോങ്സ്, നമ്മുടെ സുജാത ചേച്ചീൻ്റെ പോലത്തെ അങ്ങനത്തെ സോങ്സൊക്കെ പാടാൻ പെർഫെക്റ്റ് ആയിരിക്കും മോളുടെ വോയിസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എല്ലാം കൂടെ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു. അപ്പം അഞ്ജലി, നല്ല അഭിപ്രായം കേട്ടു അല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ജഡ്ജസ് പറഞ്ഞില്ല. ഇനിയപ്പോൾ നല്ല മാർക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് ചോദിക്കാം അല്ലേ? ഓക്കെ, ഷബ്നം ഓൺ 30. 29.5. 29.5 on 30. Firoska on 40. 39. 39 on 40. Sajla 29. 29. So total marks 97.5 marks ആണ് അഞ്ജലിയുടെ ഇന്നത്തെ പെർഫോമൻസിന് ജഡ്ജസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മാർക്ക് കൂടി കിട്ടിയെങ്കിൽ 100 മാർക്സ് ആവുമായിരുന്നു അല്ലേ? അപ്പോൾ അടുത്ത റൗണ്ടിൽ നല്ല മാർക്ക് വാങ്ങുക, ഇതിലും നല്ല മാർക്ക് വാങ്ങുക, ഇതിലും നന്നായി പാടുക. ഓക്കെ അഞ്ജലി, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ സ്റ്റാർ ആരാണ്, സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാണ് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ സുന്ദരിക്കുള്ള സമ്മാനം നൽകുന്നത് പ്രിൻസ് പട്ടുപാവാട എറണാകുളമാണ്. ഇനി ഒരു സുന്ദരം കുട്ടനാണെങ്കിലോ ആ കുട്ടനുള്ള സമ്മാനം നൽകുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലിയാണ്. സജ്ല, നമ്മുടെ 3 പാർട്ടിസിപ്പൻസ് നന്നായിട്ട് തന്നെ പാടി. എല്ലാ എപ്പിസോഡിലും പോലെ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിലും ഡിഫിക്കൽട്ട് ആയിരിക്കും. എങ്കിലും നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണം. ഇന്നത്തെ സ്റ്റാർ ആരാണ്? വീണക്കും അറിയാം, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ 3 പേരാണെങ്കിലും ചിലപ്പോൾ അന്ന് ആ ഒരു എപ്പിസോഡിൽ പാടിയ കുട്ടിക്ക് ചിലപ്പോൾ മാർക്ക് കൂടുതൽ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുക. ചിലപ്പം അതിലുള്ള സന്ദേശം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫീല്
അത് നോക്കിയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ എല്ലാവരുടെയും പ്രേക്ഷകരുടെയും നമ്മളെ ജഡ്ജസിൻ്റെയും മനം കീഴടക്കിയ നമ്മളുടെ ഒരേ ഒരു മെയിൽ കണ്ടസ്റ്റൻ്റ് ആണ്. സുന്ദരനാണ്. യെസ്, മുഹമ്മദ് ഹാഷിമാണ് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. മുഹമ്മദ് മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം എന്നും നമ്മൾ ഓതേണം. മുഹമ്മദ് മുസ്തഫ എന്ന അന്ത്യപ്രവാചകന്റെ പ്രവചനം